വിശുദ്ധ ദേവസഹായം പിള്ള താൻ തിരിച്ചറിഞ്ഞ ക്രിസ്തുവിന് വേണ്ടി തന്റെ കുടുംബവും രാജകൊട്ടാരത്തിലെ വിശിഷ്ട പദവിയും എന്തിന് തന്റെ ജീവൻ പോലും നിസാരമായി കണ്ട ധീര രക്തസാക്ഷി വിശുദ്ധ ദേവസഹായം പിള്ള. ദീപം 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 ദീപം. അച്ഛാ, നമ്മുടെ മഹാരാജാവ് മാർത്താണ്ഡവർമ്മ തിരുമനസും രാമയ്യ ദളവയും മന്ത്രിസഭയും കൂടി ഏട്ടനെ വിചാരണ ചെയ്യുന്നു എന്ന് കേൾക്കുന്നു. വിചാരണ ചെയ്യട്ടെ. അങ്ങ് ഈ ക്ഷേത്രത്തിന്റെ ശാന്തിക്കാരനാണ്. എന്നിട്ടും ഇത്ര നിർവികാരനായി മകന്റെ കാര്യത്തിൽ ഒരു ഉത്കണ്ഠയില്ലേ? നിങ്ങൾ അറിയണം, നമ്മുടെ മഹാരാജാവ് മാർത്താണ്ഡവർമ്മ തമ്പുരാൻ ഡച്ച് പടയെ പരാജയപ്പെടുത്തിയിട്ട് ഇന്നേക്ക് 4 വർഷം. ഡച്ചുപടയെ പരാജയപ്പെടുത്തുവാൻ മുൻനിരയിൽ നമ്മുടെ മകൻ നീലകണ്ഠനും ഉണ്ടായിരുന്നു. ഏട്ടന്റെ ബുദ്ധി സാമർഥ്യമാണ് കുളച്ചിൽ യുദ്ധത്തിൽ നമ്മൾ ജയിക്കുവാൻ മഹാരാജാവിനും മഹാരാജാവിന്റെ സർവ്വസൈന്യാധിപനായ രാമയ്യ ദളവയ്ക്കും ശക്തി നൽകിയെന്ന സത്യം മഹാരാജാവ് മറന്നു തുടങ്ങിയിരിക്കുന്നു. അതിന് കാരണം അവരെ പരാജയപ്പെടുത്തിയതിനോടൊപ്പം ഡച്ച് സൈന്യാധിപനായ ഡെലനോയെ യുദ്ധത്തടവുകാരനാക്കുകയും ചെയ്തു. പിന്നീട് ഈ ഡെലനോയാണ് നമ്മുടെ സൈന്യത്തെ ആധുനിക യുദ്ധതന്ത്രങ്ങൾ പഠിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ബുദ്ധി സാമർഥ്യം കൊണ്ട് നമ്മുടെ രാജ്യം സുരക്ഷിതം. പക്ഷെ ഏട്ടൻ, എന്റെ ഉണ്ണി എങ്ങനെയാ വെള്ളക്കാരന്റെ മസ്തിഷ്ക പ്രക്ഷാളനത്തിന് വിധേയനായി? ദേവകി, നീ അറിയണം ചില സത്യങ്ങള്. ഉൾവെളിച്ചങ്ങൾ മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. അത് ചിലപ്പോൾ ശത്രുവിന്റെ രൂപത്തിലും. അവനെ നിങ്ങൾക്കറിയാമോ, നീലകണ്ഠൻ എന്ന പേര് മാറി ദേവസഹായം പിള്ള എന്ന നാമം സ്വീകരിച്ചിരിക്കുന്നു. അമ്മേ, ദേവസഹായം എന്നാൽ ലാസർ, ഉയർപ്പിക്കപ്പെട്ടവൻ എന്നാണ്. ഈശോ സഭ വൈദികനാണ് ഏട്ടനെ ദിലനോയുടെ നിർദ്ദേശപ്രകാരം ക്രിസ്തുവിലേക്ക് കൂടുതൽ അടുക്കുവാൻ ജ്ഞാനസ്നാനം കൊടുത്തുകൊണ്ട് ദേവസഹായം പിള്ള എന്ന നാമം നൽകിയത്. വാസുദേവൻ നമ്പൂതിരി എന്ന അങ്ങ് മാർത്താണ്ഡവർമ്മ തമ്പുരാന്റെ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനാണ്. എന്നിട്ടും രാജകോപം നമ്മുടെ മകന്റെ ജീവൻ അപഹരിക്കുകയില്ലേ? ഞാൻ അവന്റെ അമ്മയാണ്. അങ്ങതും മറക്കുന്നു. നിങ്ങൾ സമചിത്തതയോടെ കേൾക്കുക. എന്റെ മകൻ മലയാളം, തമിഴ്, സംസ്കൃതം, വേദാന്തം, കർമ്മശാസ്ത്രം, തർക്കശാസ്ത്രം, ആയോധനകല, രാജതന്ത്രം ഇവയൊക്കെ കരുതലമാക്കി അഭ്യസിച്ചവൻ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കും. കൊട്ടാരത്തിൽ വിചാരണ തുടങ്ങിയിരിക്കുന്നു. എന്റെ മകന്റെ ആയുസ് എണ്ണപ്പെട്ടു തുടങ്ങിയോ എന്ന് മനസ്സു മന്ത്രിക്കുന്നു. അങ്ങ് നമ്മുടെ മകന്റെ ജീവൻ രക്ഷിക്കുവാൻ ഏതെങ്കിലും പോംവഴി ആലോചിക്കുവാനുള്ള സമയവും അതിക്രമിച്ചിരിക്കുന്നു. ദേവകി, മകളെ, നിങ്ങൾ പറഞ്ഞത് ശരി തന്നെ. തലയ്ക്ക് മുകളിൽ നീതിയുടെ ത്രാസ് പിടിച്ച് മധ്യാഹ്ന സൂര്യൻ, എല്ലാ മഞ്ഞുമറകളും അന്ധകാരവും ഗൂഢാലോചനയും ഒരുക്കുന്ന സത്യമെന്ന ഉച്ചവയിൽ വിചാരണ തുടങ്ങട്ടെ. കാർമേഘങ്ങൾ മാറി നിലാവ് തിളങ്ങുന്നത് പോലെ എന്റെ മകൻ നീലകണ്ഠൻ പിള്ള, അല്ല ദേവസഹായം പിള്ള,
കാലാകാലങ്ങളോളം തിളങ്ങി നിൽക്കും. രാജാവും രാജ്യങ്ങളും സാമ്രാജ്യങ്ങളും തകർന്നടിയും. ഇതൊരു പിതാവിന്റെ, പാവം ശാന്തിക്കാരന്റെ ശ്രീകോവിലിന് പുറത്തു നിന്നുള്ള പ്രവചനം. നിങ്ങളുടെ കാതും മനസ്സും തുറന്നു വെക്കുക. ഇതാ, ഇത് വിചാരണയുടെ സമയം. പുതുചരിത്രം തുടങ്ങിക്കഴിഞ്ഞു. പ്രണാമം തിരുമനസേ. രാമേന് എന്തോ അശുഭകാര്യമാണ് പറയാനുള്ളത് എന്ന് തോന്നുന്നു. എന്താ, ശരിയല്ലേ? അതെ തിരുമനസേ, അത്ര സുഖമുള്ള കാര്യമല്ല കേൾക്കുന്നത്. അതൊരു കവിഞ്ഞ ധിക്കാരം പൊറുക്കാനാവുന്നില്ല. രാമേൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? തുറന്ന് പറഞ്ഞോളൂ. നോമും കേട്ടിരിക്കുന്നു ചിലതൊക്കെ. മഹാരാജാവേ, ആഞ്ഞു തറയ്ക്കുന്ന ചാട്ടവാറടിയേറ്റ് അലറിക്കഴിയുന്നത് രാജകൽപ്പനയെ അനുസരിക്കലാണ്, ശിക്ഷാവിധിയെ ഏറ്റുവാങ്ങലാണ്. എന്നാൽ അനുഭൂതിയോടെ അത് ഏറ്റുവാങ്ങുന്നത് രാജകൽപ്പനയെ ധിക്കരിക്കലാണ്, അവഹേളിക്കലാണ്. ആര്? നീലകണ്ഠൻ പിള്ളയോ? എരിക്കൻ മാലയണിയിച്ച് എരുമപ്പുറത്തിരുത്തി അവകേളിതരാക്കി ചാട്ടവാറുകൊണ്ടടിച്ച് നഗരപ്രദക്ഷിണം നടത്താൻ നാം കൽപ്പിച്ചതല്ലേ? മഹാരാജാവേ, അതെല്ലാം ചെയ്തു. പക്ഷേ പരമേശ്വരൻ, മഹാരാജാവ് നീണാൾ വാഴട്ടെ. എന്താണ് സംഭവിക്കുന്നതെന്ന് രാജാവിനോട് ഉണർത്തിക്കൂ. തിരുമനസേ, എത്ര ചാട്ടവാറടിയേറ്റാലും അതെല്ലാം വളരെ നിസ്സാരമായിട്ടാണ് ദേവസഹായം സ്വീകരിക്കുന്നത്. എന്തോ അപൂർവ സമ്മാനം ലഭിക്കുന്നത് പോലെ. ശിക്ഷാവിധി കാണാനല്ല, ഈ നിസ്സംഗഭാവം കാണാൻ മാത്രമാണ് ജനം കൂടുന്നത്. അതേ തിരുമനസ്സേ, സത്യത്തിൽ അവഹേളിക്കപ്പെടുന്നത് ഞങ്ങളാണ്. കുനിയുന്നത് ഞങ്ങളുടെ ശിരസാണ്. കുനിയുന്നത് നിങ്ങളുടെ ശിരസല്ല, എന്റേതാണ്. ഈ രാജ്യത്തിന്റെ ശിരസ്. ഇത് നാം പൊറുക്കില്ല. മഹാരാജാവേ, ഇനിയും ക്ഷമിക്കുന്നതിൽ അർത്ഥമില്ല. ഇതിലും വലിയ എന്ത് ശിക്ഷയാണ് നാം അവന് കൊടുക്കുക? ഇത് ജനത്തിനൊരു പാഠമായിരിക്കണം. അഹങ്കാരത്തിനുള്ള ശിക്ഷ. നമുക്കവനെ ആരാച്ചാരുടെ ഭവനത്തിലേക്ക് മാറ്റാം. അയാളുടെ ക്രൂര പീഡനങ്ങളേറ്റാൽ അവൻ മനസ്സുമാറി തിരിച്ചു വരും. എന്നാൽ അങ്ങനെ ആവട്ടെ. അതിനുള്ള അധികാരം രാമേന് തന്നിരിക്കുന്നു. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ദേഹം പൊട്ടുമാറ് ചാട്ടവാറടിയേൽപ്പിച്ച് ആ മുറിവിൽ മുളകരച്ച് തേച്ച് പൊള്ളുന്ന വെയിലത്ത് ഒരിറ്റു വെള്ളം പോലും കൊടുക്കാതെ ആരാച്ചയുടെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുക. അവന്റെ ഒരു അനുമതി. വേഗം നടക്ക്. ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കരുതെന്നാണ് രാജകൽപ്പന. വാ, നമുക്ക് കുറച്ച് വിശ്രമിക്കാം. പരമകാരുണ്യവാനായ ദൈവമേ, ഇസ്രായേൽ ജനത്തിന് പാറയിൽ നിന്നു ജലം നൽകി അങ്ങ് എന്റെ പ്രാർത്ഥന കേൾക്കണമേ. ഇതാ നിന്റെ ദൈവം ഇപ്പൊ വെള്ളം കൊണ്ട് തരും. സർവചരാചരങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങ് എന്റെ പ്രാർത്ഥന കേട്ട് ഇവർക്ക് അടയാളം നൽകണമേ.
ജോലിയുണ്ടെന്ന് തോന്നുന്നു. പോകാം. എടി കൊച്ചുപെണ്ണെ, നിന്റെ കെട്ടിയോനിപ്പോ ആ പഴയ ആരാച്ചാരല്ല, രാമയ്യൻ ദളവയുടെ വിശ്വസ്തനാ. അദ്ദേഹം ആ ദേവസഹായം പിള്ളയെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ട്. അതെയോ? എന്നാൽ വേഗമാകട്ടെ. ആ ഇറച്ചി നുറുക്കി കിട്ടിയിട്ട് വേണം എനിക്ക് ഈ അരപ്പും കൂട്ടി ഒന്ന് കറി വെക്കാം. അതേ കൊച്ചുപെണ്ണെ, ഇത് കഴിച്ചിട്ട് വേണം അവനെ നന്നായിട്ടൊന്ന് പെരുമാറാൻ. എത്ര അടിച്ചാലും അവന് വേദനിക്കില്ല അത്ര. അവന് വേദനിക്കുമോ എന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. അങ്ങനെയാണോ? എന്നാൽ ഇറച്ചി മുറിയുമ്പോൾ അവന്റെ നിലവിളി എന്റെ ചെവിയിൽ എത്തിയിരിക്കണം. ഇറച്ചിയിൽ മുളക് തേക്കുന്നത് പോലെ ജീവനുള്ള ശരീരത്തിൽ മുളകരച്ച് തേക്കുമ്പോഴുള്ള ഒരു കരച്ചിലുണ്ടല്ലോ, എന്ത് സുഖമായിരിക്കും അത് കേൾക്കാൻ. എനിക്ക് വയ്യ. അങ്ങനെ ആരവം കേൾക്കുന്നുണ്ട്. അവർ വരുന്നുണ്ടെന്നാ തോന്നുന്നേ. നീയാണോ ദേവസഹായം പിള്ള? എത്ര അടിച്ചാലും നീ കരയത്തില്ല അല്ലേ? ആട്ടെ, ഉള്ളതാണോ? നമുക്കൊന്ന് പരീക്ഷിച്ചാലോ? കണ്ടോ കണ്ടോ, അവന് വേദനിക്കാൻ തുടങ്ങി. ഇത് തൊലിപ്പുറത്തുള്ള അടിയല്ല, അങ്ങ് കൂമ്പ് വരെ ചെന്നിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ ഒരാഴ്ചക്കുള്ളിൽ പിള്ള തീരും. ഓ, എന്തിനൊരാഴ്ച? അത്രയൊന്നും വേണ്ട. ഇതൊക്കെ തീർന്നിട്ട് വേണം വീട്ടിൽ പോകാൻ. എത്ര നാളായി അവിടെ നിന്ന് ഇറങ്ങിയിട്ട്. ആരാ? എന്ത് വേണം? ദൈവസഹായത്തിന് ഒത്തിരി സിദ്ധികളുണ്ടെന്ന് എല്ലാവരും പറയുന്നു. എൻ്റെ ഒറ്റ മോള, നല്ല സുഖമില്ല, ഏതാണ്ട് ഭ്രാന്തിന്റെ അവസ്ഥയില. രക്ഷിക്കണം. ഇപ്പോൾ ആരെയും അറിയില്ല. അങ്ങുന്നെ രക്ഷിക്കണം, പ്രാർത്ഥിക്കണം. സകല ചരാചരത്തിന്റെയും നാഥനായ ഈശോയെ, എന്റെ വിശ്വാസത്തെ അങ്ങ് പരിഗണിക്കണമേ. ഈയുള്ളവരോട് അങ്ങ് പൊറുക്കണമേ. അച്ഛാ, നമ്മളെന്താ ഇവിടെ? ആരാ ഇവരൊക്കെ? പിള്ളയുടെ ദൈവം വലിയവനാണ്, പിള്ളയുടെ ദൈവം വലിയവനാണ്. എന്റെ മകൾ, എന്റെ മകൾ, എന്റെ മകൾ സുഖമായി. പിള്ളയുടെ ദൈവം വലിയവനാണ്, പിള്ളയുടെ ദൈവം വലിയവനാണ്. വലിയ ശല്യമായല്ലോ.
ഇവിടെയും സ്വസ്ഥത തരില്ല. എന്തൊക്കെ പറഞ്ഞാലും ഇയാൾക്ക് എന്തൊക്കെയോ സിദ്ധികളുണ്ട്. പോ. ക്രിസ്തുവിൽ സമാധാനം. സമാധാനം സമൃദ്ധമായി. ദൈവസഹായം. അങ്ങ് വളരെ ക്ഷീണിതനാണല്ലോ. പരമകാരുണികനായ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറുന്നു. ക്രിസ്തുദേവന്റെ പീഡാനുഭവങ്ങൾ ഓർക്കൂ. അത് താങ്കൾക്ക് കൂടുതൽ ശക്തി പകരും. താങ്കളെ നേരിട്ട് കണ്ടതിനാലും താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനാലും എന്റെ ജീവിതം സഫലമായി. അങ്ങയുടെ ഈ ഉറച്ച തീരുമാനം നമുക്ക് കാലത്തിന് വിട്ടുകൊടുക്കാം. കഠിനഹൃദയനായ ഈ ആരാച്ചാർ പോലും അങ്ങയെ വിശ്വസിച്ചു തുടങ്ങിയിരിക്കുന്നു. എത്ര മോശമായ അനുഭവങ്ങൾ ഉണ്ടായാലും എന്റെ വിശ്വാസത്തിൽ നിന്നും, ഞാൻ വിശ്വസിക്കുന്ന പരമകാരുണികനായ യേശുവിന്റെ പാതയിൽ നിന്നും ഞാൻ പിന്മാറില്ല. എന്നെ പിന്തിരിപ്പിക്കാൻ ആർക്കുമാവില്ല, ഒരു ശക്തിക്കും. നിരന്തരം പീഡകൾ സഹിക്കേണ്ടി വന്നപ്പോഴും കൂരമ്പുകൾ ശരീരത്തിൽ തുളഞ്ഞു കയറിയപ്പോഴും അചഞ്ചലമായ വിശ്വാസം കാത്ത വിശുദ്ധ സെബസ്ത്യാനോസ്, നിരവധി വിശുദ്ധ രക്തസാക്ഷികൾ, ആ ഗണത്തിൽ അങ്ങയുടെ നാമവും ചേർക്കപ്പെടുക തന്നെ ചെയ്യും. അങ്ങയുടെ വാക്കുകൾ എനിക്ക് പ്രചോദനം നൽകുന്നു. ഉള്ളിന്റെ ഉള്ളിൽ വിശ്വാസത്തിന്റെ തിരമാലകൾ അലയടിക്കുന്നത് പോലെ. ദൈവസഹായം. നിങ്ങൾ വലിയവനാണ്. ലോകം നിങ്ങളെ വാഴ്ത്തും. നിരവധി നിസ്സഹായരുടെ രക്തം ചിന്തിയ ഈ ആരാച്ചാരുടെ ഭവനവും ഇപ്പോൾ പുൽക്കൂടായി മാറുന്നു. നോക്കൂ. എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഇത്രയധികം ദ്രോഹിച്ച ഞാൻ എങ്ങനെയാ? അതൊന്നും സാരമില്ലെന്ന്. വരൂ, നമുക്കും പോയി പ്രാർത്ഥിക്കാം. അങ്ങനെ അവിടുന്ന് എന്നോട് പൊറുക്കണം. വലിയ അപരാധമാണ് ഈ ഞാൻ അങ്ങയോട് ചെയ്തത്. സഹോദര, എനിക്ക് നിന്നോട് ഒരു ദേഷ്യവുമില്ല. ഇതെല്ലാം ദൈവനിശ്ചയമാണ്. നീ നിന്നെ ഏൽപ്പിച്ച ജോലി തുടങ്ങിക്കൊള്ളു. ഇത് എന്റെ നിയോഗമാണ്. അല്പം പോലും പങ്കിടും വേണ്ട. അയ്യോ, ഇല്ല അങ്ങ്. ഇനി എനിക്കെതിരാവില്ല അങ്ങ്. ആരാച്ചാരുടെ മനസ്സ് ഇപ്പോൾ പശ്ചാത്താപത്തിന്റെ പാതയിലാണ്. അങ്ങനെ മക്കളില്ലാത്ത ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാവാൻ അങ്ങയുടെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഞങ്ങളെ അനുഗ്രഹിക്കണം അങ്ങേ. പരമകാരുണികനായ യേശു തമ്പുരാനെ, നീ നിന്റെ ശക്തി ഇവർക്ക് കാണിച്ചു കൊടുക്കണമേ. ഈ എളിയവന്റെ പ്രാർത്ഥന നീ കേൾക്കണമേ. സഹോദര, സമാധാനത്തിൽ പോകും. ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു ആൺകുഞ്ഞ് പിറക്കും. എത്ര പെട്ടെന്നാണ് സമയം കടന്നുപോയത്. അങ്ങനെ എന്റെ കൊച്ചു പെണ്ണ് ഗർഭിണിയാണ്. എല്ലാം അങ്ങയുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. അങ്ങയുടെ ദൈവം വാഴ്ത്തപ്പെടട്ടെ. എന്നാൽ ഇതിനേക്കാൾ ഉപരിയായി എന്റെ മനസ്സിൽ പറഞ്ഞറിയിക്കാനാവാത്തൊരു സന്തോഷം, സമാധാനം, ഒരു പ്രത്യേകതരം അനുഭൂതി, ഇതൊക്കെ കൊണ്ട് നിറയുന്നു.
എനിക്കും അങ്ങയുടെ യേശുവിന് വേണ്ടി ജീവിക്കണം. സഹോദര, നീ എവിടെയായിരുന്നാലും നിന്നെ വിളിച്ച ദൈവത്തോട് വിശ്വസ്തനായിരിക്കുക. ഇന്ന് നീ മാനസാന്തരത്തിന്റെ പാതയിലാണ്. എന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. മഹാരാജാവേ, ഒരു കാര്യം ബോധിപ്പിക്കാനുണ്ട്. അങ്ങ് വേണ്ടത് ചെയ്യണം. രാമേന് എന്താണ് നമ്മോട് ബോധിപ്പിക്കാനുള്ളത്? തിരുമനസ്സേ, ആ നീലകണ്ഠൻ ഇപ്പോഴും ക്രിസ്തുവിനെ ഘോഷിക്കുന്നത് തുടരുകയാണ്. ആ ആരാച്ചാർ പോലും ഇപ്പോൾ അവന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം ആരാച്ചാർക്ക് ഒരു കുഞ്ഞു പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജനത്തെ അവൻ വഴിതെറ്റിക്കുന്നു. എല്ലാവരുടെ നാവിൽ ഇപ്പോൾ അവന്റെ പേര് മാത്രം. ദേവസഹായം, ദേവസഹായം, ദേവസഹായം പിള്ള. എന്ത് ഇത്ര ധിക്കാരമോ? ആ നീതിനെ വെടിവെച്ചു കൊല്ലാൻ നോം കൽപ്പിക്കുന്നു. ഉത്തരവ് പ്രഭു. അങ്ങോട്ട് നോക്കൂ, അവന്റെ ഭാര്യയും കുടുംബമല്ല വരുന്നത്. ആ അതെ അതെ, ഇവരും അവന്റെ ഒപ്പം ക്രിസ്തുവിനെ സ്വീകരിച്ചിരിക്കുന്നു. അങ്ങിവിടെ പീഡകൾ ഏൽക്കുമ്പോൾ എനിക്ക് എങ്ങനെ സമാധാനമായിരിക്കാൻ കഴിയും? ഈ പീഡകളൊക്കെ യേശുവിന്റെ പീഡകളൊക്കെ എത്രയോ നിസ്സാരമാണ്. അതിന് നമ്മൾ ആരോടും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എന്തിനാണ് ഈ ക്രൂരത? എനിക്കത് താങ്ങാനാവുന്നില്ല. ആശ്വസിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാലും സർവശക്തനായ യേശു നിത്യമായ സന്തോഷം കൊണ്ട് നമ്മളെ നിറയ്ക്കുന്നു. ഇപ്പോൾ മടങ്ങിപ്പോവുക. ഇനിയും ഇവിടെ നിൽക്കരുത്. ഇവരുടെ ജോലിക്ക് തടസ്സമാകരുത്. അച്ഛൻ എന്നോട് പൊറുക്കണം. നിങ്ങളെ സംരക്ഷിക്കേണ്ട ഞാൻ എനിക്കതിനാകുന്നില്ല. എന്നാലും എന്നെ വിളിച്ച എന്റെ ദൈവം നിങ്ങളെ അവന്റെ ഉള്ളം കയ്യിൽ താങ്ങിക്കൊള്ളും. ഇപ്പോൾ ഇവരെയും കൂട്ടി സമാധാനത്തിൽ പോകുക. ഞാൻ എന്റെ നിയോഗം പൂർത്തിയാക്കട്ടെ. ദേവകി, മക്കളെ, എല്ലാം ദൈവനിശ്ചയം. ഇയാൾ വലിയ സിദ്ധനാണ്. നടന്ന അത്ഭുതങ്ങൾ നമ്മൾ കണ്ടതല്ലേ?
ഇദ്ദേഹത്തെ കൊല്ലാതെ നമ്മൾ എങ്ങനെ പോകും? ഗുരുവേ, അങ്ങയുടെ ദൈവം വലിയവനാണ്. അങ്ങയെ കൊല്ലാനാണ് രാജാവ് ഞങ്ങളെ അയച്ചിരിക്കുന്നത്. രാജകൽപ്പന അനുസരിക്കുക ഞങ്ങളുടെ ധർമ്മമാണ്.